ഇപ്പോൾ സമയം 6:30 വൈകുന്നേരം. ജോലിയൊക്കെ ഒതുങ്ങി എന്നാൽ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കണ്ടപ്പോൾ ഇവിടെ ഒരാൾ അടുത്ത പണിയുമായി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെങ്കലവ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊക്കെ എന്താ പറയുക? ഇവിടെ പിന്നെ കിളിമീനെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. നല്ല മഴയുണ്ട്. ഇതിനിപ്പോൾ വെളിയിൽ പോയിരുന്ന് വെട്ടിയെടുക്കാമെന്ന് കണ്ടാൽ പാടായിരുന്നു. എന്തായാലും ഞാൻ അകത്തിരുന്ന് തന്നെ കാര്യം അങ്ങ് സാധിച്ചു കേട്ടോ. അതൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല വെട്ടിയെടുക്കാൻ വേണ്ടി. പുറത്ത് നല്ല മഴ പെയ്യുന്ന സൗണ്ടുണ്ട്. അപ്പോൾ എന്തായാലും വെട്ടിക്കൊണ്ടുവന്നു. ഞാൻ അതിന് വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു. ഇത്തിരി ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് കണ്ട് വലിയ കാര്യത്തിൽ ഇരുന്നപ്പോഴല്ലേ. അപ്പോൾ എന്തായാലും കറി വെച്ച് കൊടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ച് എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ച് എല്ലാം വഴറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ വഴറ്റുന്ന കൂട്ടത്തിലും എൻ്റെ മനസ്സിലുണ്ട്, എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു, അത് നശിപ്പിച്ചു എന്നുള്ളത്. പിന്നെ രാത്രി ഇച്ചിരി നന്നായിട്ട് ചോറ് കഴിക്കാമല്ലോ എന്നൊരു സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ജോലിയില്ലല്ലോ. മുമ്പ് ദിവസം നമ്മളെല്ലാം കറിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി, അടുത്ത ദിവസം എന്തായാലും സ്കൂളില്ല, അപ്പം നാളെ രാവിലെ എല്ലാം ഒതുക്കിയിട്ട് വേഗം തയ്ക്കാനിരിക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരിടത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കറിയൊക്കെ വെച്ച് തുടങ്ങി. എന്തായാലും പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കിളിമീൻ കറി വെക്കുമ്പോഴേ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടി കുറച്ചിട്ട് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കും, എന്നിട്ട് കുരുമുളക് പൊടി ഇടാറാണ് ചെയ്യാറ്. ചിലർ മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പം ഞാൻ ഈ കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. അങ്ങനെ മല്ലിപ്പൊടി ആവശ്യത്തിനെടുത്ത് എല്ലാം ചിക്കി നന്നായിട്ട് മൂപ്പിച്ചാണ് എടുക്കുന്നത്. കാരണം പിറ്റേ ദിവസത്തേക്ക് കൂടെ വെച്ചേക്കേണ്ടതല്ലേ. അപ്പം നമ്മൾ ആ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം മൂപ്പിക്കണമല്ലോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് മൂത്ത് വന്നു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ കലക്കി നോക്കിയപ്പോൾ ഇത്തിരി കുറവ് പോലെ തോന്നി. വീണ്ടും വെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ ഞാൻ നോക്കിയപ്പം മീൻ മുറിച്ചിടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും അത് പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോ മീനായിട്ട് എടുത്ത് അതിന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു. ഒറ്റ വര മാത്രം ഒരു പുറത്ത്. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് പുളിയും മുളകും ഉപ്പും ഒക്കെ പിടിച്ച് വരുമ്പം ആ മീനിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വരഞ്ഞു വെച്ച മീനൊക്കെ എടുത്ത് ഞാനിങ്ങനെ നമ്മുടെ ചാറിലേക്ക് പെറുക്കിയിട്ടു. പിന്നെ 10-20 മിനിറ്റ് അത് തിളപ്പിച്ചു വേവിച്ചു. ഒരുപാട് നേരം ഇത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ഞാനൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് കഴിച്ചു. അപ്പോഴത്തേക്ക് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റായി, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നേ, സൂപ്പർ.